അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കീം എക്സാം ഫാർമസി ആൻഡ് എഞ്ചിനീയറിംഗിന്റെ കീം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കീമിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം എക്സാം എഴുതിയിട്ട് നമ്മുടെ ബ്രില്യൻറ്റിലെ കുട്ടികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ഇന്നത്തെ എക്സാമിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ, അതോ മോഡറേറ്റ് ആയിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. പേരെന്താ? എന്റെ പേര് ആൻമരിയ. വീട് എവിടെയാ? വീട് മലപ്പുറം. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ ആയിരുന്നു എക്സാം. ഫിസിക്സും കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത പോലത്തെ ആയിരുന്നു. ഈസി ലെവലായിരുന്നു. കുറച്ചൊക്കെ എളുപ്പമായിരുന്നു. മാത്സ് പേഴ്സണലി എനിക്ക് കുറച്ച് പാടായിട്ടാണ് തോന്നിയത്. അപ്പൊ നമ്മളിവിടെ ഒരുപാട് മോക്ക് എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? എക്സാമിന് ഹെൽപ്പ് ചെയ്തോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസിന്റെ സെയിം പാറ്റേൺ ഒക്കെ തന്നെയായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും ചോദിച്ചത്. അപ്പം നിങ്ങൾ ഓൾറെഡി കണ്ട് ശീലിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും കണ്ടപ്പോൾ അത്ര ടഫ് ആയിട്ടൊന്നും തോന്നിയില്ല. പരിചയമുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു തോന്നിയത്. ഓക്കെ, താങ്ക് യു. മോളുടെ പേരെങ്ങനെയാ? എന്റെ പേര് സാരംഗി. എവിടെയാ വീട്? എവിടെയാ? വയനാട്. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ ലൈവ് ഒക്കെ നോക്കിയപ്പോ വീഡിയോ ഒക്കെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി ഒക്കെ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏത് ഏരിയ ആയിരുന്നായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? എല്ലാത്തും ഇത് തന്നെ തിയറി ഒക്കെ വന്നിട്ടുണ്ട്, ബേസ് ആയിട്ടുള്ള ഒക്കെ വന്നിട്ടുണ്ട്. പ്ലസ് NCERT ബേസ്ഡ് തന്നെ. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചത് കൊണ്ട് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ ഇന്നലത്തെ ലൈവ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഏകദേശം അതേപോലെയൊക്കെയുള്ള മോഡലാണ്. താങ്ക് യു. മോളുടെ പേരെങ്ങനെയാ? അനന്യ. എവിടെയാ വീട്? എവിടെയാ? തൃശ്ശൂർ. അപ്പൊ ഇന്നത്തെ എക്സാം എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ, ടഫ് ആയിരുന്നു? അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. ഓക്കെ. അപ്പം കെമിസ്ട്രിയുടെ പറയുകയാണെങ്കിൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓർഗാനിക്കിന് കുറവായിരുന്നു തോന്നുന്നു എനിക്ക്. കുറവായിരുന്നു. പിന്നെ ക്വസ്റ്റ്യന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? അസേർഷൻ, റീസൺ ടൈപ്പ്? റീസൺ അങ്ങനെ ഒന്നും മാത്സ് ടൈപ്പ് പോലും ഞാൻ കണ്ടില്ല. ഒക്കെ ഡയറക്റ്റ് ഏറ്റവും ബേസിക്സ് ക്വസ്റ്റ്യൻസ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ. നമ്മുടെ മോക്ക് എക്സാം ഒക്കെ ബ്രില്യന്റിലെ ഒരുപാട് എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ഓൾറെഡി ശീലിച്ചിട്ടുണ്ടല്ലോ. അത് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം അതിലും നമ്മൾ ഇവിടെ ശീലിച്ചതിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിച്ചത്. നല്ല എളുപ്പമായിരുന്നു. ഓക്കെ. ഇനി എക്സാം സെന്ററിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ? അവിടെ വലിയ ഫോർമാലിറ്റീസ്, അവിടെ ചെന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് എക്സാമിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. മോളുടെ പേരെങ്ങനെയാ? ശിവപ്രിയയുടെ വീട് എവിടെയാ? കണ്ണൂർ. ഓക്കെ. അപ്പൊ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സും കെമിസ്ട്രി അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ഓക്കെ. പിന്നെ എക്സാം സെന്ററിൽ റിവൈസ് ചെയ്യാനൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നോക്കാനൊക്കെ പറ്റിയായിരുന്നു? റിവൈസ് ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടായില്ല. ബാക്കിയെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു. പോയി. ഇൻവിജിലേറ്റേഴ്സ് നല്ലതായിരുന്നു. ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ് എക്സാം കൂടുതൽ ഫോക്കസ് നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഏത് ഏരിയയിൽ നിന്നായിരിക്കും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? തിയറി ആയിരുന്നു അധികം ചോദിച്ചത്. അങ്ങനെ വലിയ കാൽക്കുലേഷൻ ബ്രില്യൻ്റ് ഇവിടെ മോക്ക് എക്സാം എഴുതുന്ന മാതിരിയുള്ള കാൽക്കുലേഷൻസ് ഒന്നും ചോദിച്ചില്ല. കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു. തിയറീസ് ഒക്കെ അത്യാവശ്യം കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഫിസിക്സ് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ എക്സാം അതിനെക്കാട്ടി സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഇവിടെ നിങ്ങൾ എഴുതി ശീലിച്ച എക്സാമിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് സിമ്പിൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയാ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാമിനെ കുറിച്ച് ഒരു റിവ്യൂ ഒന്ന് പറഞ്ഞേ. അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ഇവിടെ ബ്രില്യൻ്റ് നടത്തുന്ന മോഡൽ എക്സാമിനേക്കാൾ ഒരുപാട് നിങ്ങളിവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ എഴുതി അത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തു പോയിട്ട് എക്സാം എഴുതിയപ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നി. ഫിസിക്സ് കെമിസ്ട്രീനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു, ചെയ്യാൻ പറ്റി, നല്ല സ്കോർ കിട്ടും. പേരെങ്ങനെയാ? ശ്രീലക്ഷ്മിയുടെ വീട് എവിടെയാ? പാലക്കാട്. ഓക്കെ. അപ്പം ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എക്സാം? എളുപ്പമായിരുന്നു. ഫിസിക്സിലെ ചില ക്വസ്റ്റ്യൻസ്, ഒരു 2-3 ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമുക്ക് നല്ല ആലോചിച്ച് ചെയ്യാണ്ടായിരുന്നു. കുറെ കൂടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. കെമിസ്ട്രി അതെ, കുറച്ച് ടെക്സ്റ്റ് ഇൻഡെപ്ത് ആയിട്ട് ചിലത് ചോദിച്ചിട്ടുണ്ട്. ബാക്കി ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പക്ക ഓക്കെ. ഇവിടെ നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ ടീമിന്. പേരെങ്ങനെയാ? തീർത്ത. ഓക്കെ. വീട് എവിടെയാ? തിരുവനന്തപുരം. ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം ഫിസിക്സും കെമിസ്ട്രിയും നീറ്റുകാർക്കും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാം, കാരണം ഇവിടെ പ്രാക്ടീസ് ചെയ്ത പോലെയായിരുന്നു. പക്ഷെ കെമിസ്ട്രിക്ക് കുറച്ചും കൂടെ സമയം കുറവെടുക്കുമെന്ന് തോന്നുന്നു. സമയം പെട്ടെന്ന് ചെയ്യാൻ പറ്റി, ഈസി ആയിട്ട്. ഫിസിക്സിന് കറക്റ്റ് 1 hour എനിക്ക് എടുത്തു. പിന്നെ കെമിസ്ട്രിക്ക് ഒരു 40 minutes എടുത്തുള്ളൂ. ബാക്കി 20 minutes-ഉം 1 hour 20 minutes-ഉം മാത്സിന് തന്നെ കൊടുത്ത്. പക്ഷേ മാത്സ് എല്ലാം മിക്സ്ഡ് ആയിരുന്നു. ഈസി, മീഡിയം, ഹാർഡ് ടൈപ്പ് എല്ലാം മിക്സ്ഡ് ആയിരുന്നു.
ഫിസിക്സ് എല്ലാം അതേപോലെ തന്നെ ഇവിടെ തരുന്ന പോലെ തന്നെ അതേ ലെവല്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ കണ്ടിരുന്നു അതൊക്കെ സഹായിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എക്സാം കഴിഞ്ഞ് വന്ന രണ്ടുപേര് നമ്മുടെ കൂടെ ഉണ്ട്, അവരോട് ചോദിക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. പേരെങ്ങനെയാ? നിവേദ് വിശ്വൻ. വീട് എവിടെയാ? വീട് പാലക്കാട്. പാലക്കാട്. അപ്പൊ ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം എങ്ങനെയായിരുന്നു? എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൂന്നും ഏതായിരുന്നു? മൂന്നും ഒരേപോലെ എളുപ്പമായിരുന്നു. മൂന്നും അത്യാവശ്യം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ, ഇവിടുത്തെ എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടൈം കുറച്ചുകൂടി കിട്ടി. ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ എക്സാം ഒക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. മോഡൽ എക്സാംസ് ചെയ്തു. ഓക്കെ, അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തോ? അത് കീം എക്സാംസ് മുമ്പ് എഴുതിയിരുന്നൊക്കെ അത്യാവശ്യം ഹെൽപ്പ്. ബ്രില്യന്റിലെ മോക്ക് എക്സാംസ്. ഓക്കെ, അത്യാവശ്യം എളുപ്പമുള്ള എക്സാം ആയിരുന്നു. നമ്മുടെ സെന്ററിലെ കാര്യം പറയുകയാണെങ്കിലോ, സെന്റർ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റിലാക്സ്ഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോയല്ല? കുഴപ്പമില്ലാതെ. നമ്മള് കെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഏത് ഏരിയ ആയിരിക്കും? ഇൻഓർഗാനിക്കും ഫിസിക്കലും ഇൻഓർഗാനിക്കും അത്യാവശ്യം കണ്ടു. പിന്നെ ഓർഗാനിക്കും ഉണ്ടായിരുന്നു. ഫിസിക്സ് ആണെങ്കിലോ? ഫിസിക്സ് കൂടുതൽ കണ്ട് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. പേരെങ്ങനെയാ? ശബരിനാഥ്. ശബരിനാഥിന്റെ വീട് എവിടെയാ? കോട്ടയം തന്നെ. കോട്ടയത്ത്. ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം പൊതുവെ എളുപ്പം. ഇവിടെ എടുത്ത മോക്ക് എക്സാമിനേക്കാളും എളുപ്പമായിരുന്നു. എളുപ്പം. നിങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്ത എക്സാമിനെ കഴിഞ്ഞ എക്സാം. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ നന്നായിട്ട് സാധാരണ ഇവിടെ എഴുതുന്നതിനെക്കാളും കൂടുതൽ എഴുതാൻ പറ്റി. കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്. മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്സ് എക്സാം എങ്ങനെയാണ്? മാത്സ് എനിക്ക് കുറച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ അത്യാവശ്യം എളുപ്പമായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടുപേർക്കും നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ എക്സാം കീമിന്റെ എഞ്ചിനീയറിംഗ് എക്സാം എഴുതിയിട്ട് വന്ന കുട്ടികളുടെ റെസ്പോൺസ് ആണ് നമ്മൾ കണ്ടത്. എല്ലാവരും തന്നെ പറഞ്ഞത് നമ്മൾ ബ്രില്യന്റിൽ അവർ ചെയ്ത് ശീലിച്ച ക്വസ്റ്റ്യൻസിനെ കഴിഞ്ഞും കൂടുതൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ കീം എക്സാമിന് കണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള എക്സാം പാറ്റേൺസ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും അതൊക്കെ അവർക്ക് എളുപ്പമായിട്ടാണ് പറഞ്ഞത്. മോഡറേറ്റ് ടു ഈസി ലെവലാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ കീമിനോട് അനുബന്ധിച്ച് പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ നടന്നിരുന്നു ബ്രില്യന്റിന്റെ. അതൊക്കെ അവർ ഒരുപാട് സഹായിച്ചു എന്നാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.